കൊല്ലം സ്വദേശിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ചോറ്റാനിക്കര സിഐ മനോജിനെതിരെ അന്വേഷണം. കൊല്ലം സ്വദേശി ബിനോദിനെ മർദ്ദിച്ചു എന്ന പരാതിയിലാണ് അന്വേഷണം. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുന്നു. ഷമീർ, കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായി തന്നെ ഈ വിഷയം പരിശോധിച്ചതാണ്. ഇതിൽ സിഐക്കെതിരായ തെളിവുകൾ അതിശക്തമായിരുന്നു. ഇപ്പോൾ അന്വേഷണത്തിനുള്ള നിർദ്ദേശമാണുള്ളത്. അന്വേഷണം ഏത് തരത്തിലൊക്കെയാണ് നടക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി പത്മ, ഈ ബിനോദിനെ മർദ്ദിച്ച സംഭവം ബന്ധപ്പെട്ട് സിഐയുടെ ഓഡിയോ സംഭാഷണം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ബിനോദ് മുഖ്യമന്ത്രിക്കും അതുപോലെ DGP അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ തന്നെ പരാതി നൽകിയെങ്കിലും ഇതിൽ നടപടി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നേരിട്ടുള്ള ഇടപെടലിലാണ് ഇപ്പോൾ ഈ നടപടിയിലേക്ക് എത്തുന്നത്. പുത്തൻകുരിശ് DYSP VT ഷാജനാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. പ്രാഥമികമായും ഈ സ്റ്റേഷനിൽ മർദ്ദനം നടന്നിട്ടുണ്ടോ എന്ന CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കും. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബിനോദ് നൽകിയിരിക്കുന്ന മൊഴി. ഈ ബിനോദ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റേഷനിൽ CCTV ഇല്ലാത്ത മുറിയിലാണ് തന്നെ കൊണ്ടുപോയി മർദ്ദിച്ചത്. CA ഓഫീസിന് തൊട്ടുപുറകിലുള്ള മുറിയിൽ വെച്ചാണ് തന്നെ ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് ബിനോദ് പറയുന്നത്. എന്തായാലും സംഭവം ബന്ധപ്പെട്ട് ഈ ബിനോദ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ചില ദൃശ്യങ്ങൾ പോലീസ് തന്നെ പുറത്തുവിട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും പോലീസ് പരിശോധിക്കും. ഈ അന്വേഷണ സംഘം പരിശോധിക്കും. ഇതുമായി ബന്ധപ്പെട്ട ദളിത് സംഘടനകളൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഉയർത്തിയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സ്റ്റേഷന് പുറത്തേക്ക് എത്തുമ്പോൾ ബിനോദ് കുഴഞ്ഞു വീഴുന്ന ചില ദൃശ്യങ്ങളും ഇപ്പോൾ ദളിത് സംഘടനകൾ ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും ഇയാളിപ്പോൾ ഈ പരിക്കേറ്റ ബിനോദ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അടിയന്തര നടപടിയായി ഈ ഒരു അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുത്തൻകുരിശ് DYSP ഇയാൾക്കെതിരെ അന്വേഷണം നടക്കുന്നു. CIയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? ഇതിൽ പ്രാഥമികമായും സിഐയുടെ മൊഴിയെടുക്കും. അതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും. ഇതിനുശേഷം ബിനോദിന്റെ അടക്കമുള്ള മൊഴി സ്വീകരിക്കേണ്ടതുണ്ട്. ഇതിനുശേഷമായിരിക്കും ഈ കേസിൽ തുടർ നടപടി ഉണ്ടാകുക. 5 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ നടപടി, ഇതിൽ എന്താണ് അന്വേഷണം, പ്രാഥമിക അന്വേഷണം നടത്തിയതിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകണമെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം അവരുടെ വീട്ടുകാർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പുത്തൻകുരിശ് DYSP VT ഷാജൻ ഇന്നു മുതൽ ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലക്ഷ്മി പത്മ. ഷമീർ അബ്ദുൾ കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.